ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് കണ്ടന്റ് എന്നുള്ളത് ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു നീഡില്, നമ്മളിപ്പോൾ ടുലിപ്പിന്റെ നീഡിൽ തന്നെയാണ് ഇന്നും എടുത്തിരിക്കുന്നത്. ഈ നീഡിൽ എങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്യാമെന്നുള്ളതാണ്, കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാമെന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോക്ക് സ്റ്റിച്ച് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ സാധാരണ കുറേ ആളുകളൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്, നമ്മൾ പെൻ പിടിക്കുന്ന പോലെ ഇതുപോലെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കറക്റ്റായിട്ട് പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു 4 ഫിംഗേഴ്സാണ് നമ്മൾ എപ്പോഴും നീഡിൽ ഹോൾഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരി നീഡിൽ ഇങ്ങനെ തിരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു 3 ഫിംഗേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ നീഡിൽ തിരിക്കുന്നത്. ഈ ഫിംഗർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബീഡ്സൊക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കാനാണ്. നമ്മളിങ്ങനെ കുത്തിയെടുക്കുമ്പോൾ ബീഡ്സ് താഴേക്ക് ഉതിർന്നു പോവാതെ തള്ളിവിടാനും അതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കാനുമാണ് ഈ ഒരു മോതിര വിരൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വിരൽ നമ്മൾ നീഡിൽ യൂസ് ചെയ്യില്ല. നമ്മൾ ഇതുപോലെ ക്ലോത്തിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വിരൽ യൂസ് ചെയ്യുന്നത്. വലത് കൈ യൂസ് ചെയ്ത് നമ്മൾ നീഡിൽ പിടിക്കുന്നത് കാണിച്ചു തന്നല്ലോ. കൊളുത്ത് പോലത്തെ ഭാഗം ഏത് ഡയറക്ഷനിലേക്കാണോ വരുന്നത് ആ ഡയറക്ഷനിലേക്ക് തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞു. വലത് കൈ നമ്മൾ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് കണ്ടു. ഇടത് കൈ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ഇതുപോലെ ഈ 2 വിരലുകളിലും ഈ 2 വിരലുകളിലായിട്ട് ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ നമ്മളത് ത്രെഡ് എങ്ങനെ കോർത്തെടുക്കുക എന്നുള്ളത് അടിവശം ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇതുപോലെ ഈ ഒരു താഴേക്ക് നമ്മൾ ഇതിങ്ങനെ കുത്തിയെടുക്കുക എന്ന് വിചാരിക്കുക. തുണിയുടെ അടിയിൽ, അതായത് ഫ്രെയിമിൻ്റെ അടിയിലേക്ക് നമ്മൾ ഈ ഒരു നീഡിൽ കൊടുത്ത ശേഷം ഇങ്ങനെ കൊളുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. തുണിയിൽ ചെയ്ത് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു കൊളുത്തിലേക്ക് എങ്ങനെ ത്രെഡ് കോർക്കുക എന്നുള്ളത് ഇങ്ങനെ ഒന്ന് റഫായിട്ട് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ക്ലിയറായിട്ട് കാണിച്ചു തരാം. ഈ ഒരു പോർഷൻ കൊളുത്താണ്. ഈ കൊളുത്തിലേക്ക് നമ്മൾ ഈ ത്രെഡ് ഇതുപോലെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൈ ഇതുപോലെയായിരിക്കും. ആരി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു കൈ മാത്രമാണ് എപ്പോഴും ഫ്രെയിമിൻ്റെ മുകളിലുണ്ടാവുക. ഈ ഒരു കൈ, ലെഫ്റ്റ് ഹാൻഡ്, എപ്പോഴും നമ്മൾ ഈ ത്രെഡും പിടിച്ച് നമ്മൾ ആദ്യം മാത്രമാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കെട്ടിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയായിരിക്കും. ഇങ്ങനെ ചുറ്റി കൊടുക്കാനായിട്ട് ഫ്രെയിമിൻ്റെ താഴെയായിരിക്കും നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ്. ഒരു കൈ മാത്രമായിരിക്കും ഫ്രെയിമിൻ്റെ മുകളിൽ, മറ്റേ കൈ എപ്പോഴും ഫ്രെയിമിൻ്റെ താഴ്ഭാഗത്തായിരിക്കും ഉണ്ടാവുക. അടുത്തതായിട്ട് നമുക്ക് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുവരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണ് ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ, അതുപോലെ റെക്റ്റാങ്കിൾ, സിക്സാഗൊക്കെ വരുമ്പോൾ ലോക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുക എന്നുള്ളത് ആണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ട്രയാങ്കിളിൽ നോക്കാം. ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് ഇടുന്നത്. നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുവിധം ചെയിൻ സ്റ്റിച്ച് പ്രാക്ടീസായി കഴിയുമ്പോൾ കുഞ്ഞു ചെയിനുകൾ ഇടാൻ ട്രൈ ചെയ്യുക. എന്നാലാണ് വർക്ക് വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഇങ്ങോട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ഡയറക്ഷനിലേക്കാണ് നമുക്ക് അടുത്തത് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോകേണ്ട ഡയറക്ഷനിലേക്ക് ചെയിൻ ഇട്ട് കൊടുക്കുക. ഈ ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് പോവാതെ ബാക്കിലേക്ക് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പോകേണ്ട ഡയറക്ഷനിലേക്ക് ചെയിൻ ഇട്ട് കൊടുക്കാം.
ലാസ്റ്റ് എൻഡിനോട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് ഈ ഒരു സ്ക്വയറിൻ്റെ കാര്യവും. നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ചെയിൻ ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ഈ ഡയറക്ഷനിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോകേണ്ട ഡയറക്ഷനിലേക്ക് ചെയിൻ ഇടുക. ഈ ഒരു കോർണറിൽ എത്തിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മൾ സിക്സാഗ് എങ്ങനെയാണ് കൊടുത്തതെന്ന് നോക്കാം. നമ്മളിതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോർണറിൽ എത്തി കഴിയുമ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് പോരാതെ ഇവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് ചെയ്യാനായിട്ട്. ഇതുപോലെ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ലൈനിൽ കൂടെ സിക്സാഗ് എങ്ങനെയാണ് കൊടുക്കണേന്ന് നോക്കാം. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയിൻ ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ ചെയിനുകൾ ഇടാൻ മാക്സിമം തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് പെർഫെക്ഷൻ കറക്റ്റായിട്ട് നമുക്ക് അതുപോലെ തന്നെ വരാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ആ ഒരു ഷാർപ്നെസ്, ആ ഒരു എഡ്ജിൻ്റെ ഷാർപ്നെസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇല്ലേ? ഇതുപോലെ ചെയിൻ ഇട്ട് കൊടുത്ത് ഈ ഒരു കോർണറിലെത്തുമ്പോൾ അവിടെ കുത്തിയിട്ട് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത് നമുക്ക് പോവേണ്ട ഡയറക്ഷനിലേക്ക് പോവാം. ഈ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ ഞാനിപ്പോൾ ലോക്ക് സ്റ്റിച്ച് ഇടാതെ തന്നെ ഇങ്ങോട്ട് പോരുവാണ്. ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഇവിടെ ഒരു വലിവ് കിട്ടുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുള്ളൂ. ഇവിടെയും നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാണ്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒരു ഭംഗിയില്ലാണ്ട് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ ചെയിൻ കറക്റ്റായിട്ടല്ല നിൽക്കുന്നത്. നമ്മൾ വലിഞ്ഞ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട്
വലിച്ച് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഭാഗം ഇതിങ്ങനെ നിൽക്കാൻ കാരണം ഇവിടെ നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടില്ല. ഇവിടെയും ഈ ഒരു ഭാഗം ഈ ഒരു ബെൻഡ് പോലെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ഷാർപ്നെസ് ഇല്ല. ഇവിടെ കറക്റ്റായിട്ട് ഷാർപ്നെസ് നിൽക്കുന്നത് വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാവും നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഇതുപോലെ ബീഡ്സൊക്കെ ചെരിച്ച് വെച്ചിട്ടുള്ള ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക ട്യൂബ് ബീഡ്സൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാത്ത വർക്കും ഇട്ട് കൊടുത്ത വർക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. നമ്മൾ ബേസിക് ലെവലിൽ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാലാണ് നല്ല പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് എൻഡിനോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഉള്ള സമയത്ത് നമുക്ക് ഇവിടേക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ചെയിൻ ഇതുപോലെ വലിച്ചെടുത്തതിന് ശേഷം അതിന് തൊട്ട് മുമ്പത്തെ ചെയിൻ്റെ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ത്രെഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഈ കാണിച്ചതിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന ആരും തന്നെ കമൻറ്റ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒന്ന് അറിയിക്കുക. അതുപോലെ ഇത് പോരാ, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം, എന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നീഡിൽ എങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്യണം എന്നുള്ളതും ത്രെഡ് താഴെ എങ്ങനെ കോർത്തെടുക്കണം എന്നുള്ളതും അത് മാത്രമല്ല ലോക്ക് സ്റ്റിച്ചിനെ കുറിച്ചാണ് നമ്മൾ കാണിച്ചത്. ഓൾമോസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചു തന്നത്. വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്